പരിസ്ഥിതി പ്രവർത്തകനും പ്രമുഖ ആയുർവേദ ചികിത്സകനുമായ കേളകത്തെ എന്നീ പവിത്രം ഗുരുക്കൾ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവെച്ച വിത്തൂട്ട് സംസ്ഥാന വനവകുപ്പിനും പ്രചോദനമാവുകയാണ്. ഈ പ്രചോദനം ഉൾക്കൊണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുവാൻ മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായി വിത്തൂട്ട് നടത്തിവരികയാണ് വനവകുപ്പ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1,00,000-ലധികം വിത്തുണ്ടകൾ സ്വന്തം കൈകൾ കൊണ്ട് തയ്യാറാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പവിത്രം ഗുരുക്കൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ആയുർവേദ കോൺഗ്രസ് നടക്കുന്ന സംസ്ഥാനങ്ങളിലുൾപ്പെടെ യാത്രകൾക്ക് പോകുമ്പോൾ വിത്തുണ്ടകൾ നിറച്ച ഒരു ബാഗ് കരുതും. ട്രെയിൻ യാത്രയിലാണെങ്കിൽ അത് വനപ്രദേശങ്ങളിലും ചതുപ്പ് മണ്ണുകളിലും യാത്രക്കിടെ വലിച്ചെറിയും. ഡൽഹി ബിർള മന്ദിർ, ആഗ്ര, ഛത്തീസ്ഗഡ്, ഹരിയാന, ഗോവ, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകളിൽ നടത്തിയ വിത്തേറിന്റെ സ്മരണകൾ അയവിറക്കുകയാണ് പവിത്രം ഗുരുക്കൾ. ഞാറ്റുവേലകളിലും പരിസ്ഥിതി ദിനാചരണങ്ങളിലും വനമഹോത്സവ വാരാചരണങ്ങളിലും പവിത്രം ഗുരുക്കൾ സ്വന്തം കൈകൾ കൊണ്ട് തയ്യാറാക്കുന്ന വിത്തുബോളുകൾ മണ്ണിലേക്ക് എറിഞ്ഞു തുടങ്ങിവെച്ച വിത്തേറിന് ഒരു ദശകത്തിലേറെ പഴക്കമുണ്ട്. മനുഷ്യനു വേണ്ടി മാത്രമല്ല, പ്രകൃതിയിലെ പക്ഷിജന്തു ജീവജാലങ്ങൾക്ക് ഉപകാരപ്രദമാകുവാൻ വിവിധയിനം തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനും വൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും മറ്റും വിത്തുപന്തുകളുണ്ടാക്കി കാവുകളിലും പുറമ്പോക്കുകളിലും വനപ്രദേശങ്ങളിലും നിക്ഷേപിക്കുന്നതിനും സമയം കണ്ടെത്തുകയാണ് ഇദ്ദേഹം. പരിസ്ഥിതി ദിനാചരണത്തിനോടനുബന്ധിച്ച് ഔഷധ സസ്യങ്ങളുടെ 100 കണക്കിന് തൈകൾ തയ്യാറാക്കി സൗജന്യമായി വിതരണം തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. വനമഹോത്സവ വാരാചരണത്തോടനുബന്ധിച്ച് കൊട്ടിയൂർ, ഇടബാവലി പ്രദേശങ്ങളിലും വനപ്രദേശങ്ങളിലും 100 കണക്കിന് വിത്തുപന്തുകളാണ് വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും അണിനിരത്തി പവിത്രം ഗുരുക്കളുടെ നേതൃത്വത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിനുള്ളിൽ തന്നെ ഉറപ്പാക്കുക, അതുവഴി പരിസ്ഥിതി പുനഃസ്ഥാപനം സാധ്യമാക്കുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നിവ ലക്ഷ്യമിട്ട് വനവകുപ്പ് തുടങ്ങിയ വിത്തൂട്ട് പരിപാടികളുടെ തുടക്കക്കാരൻ ഈ കേളകംകാരനാണ്. പ്ലാവ്, മാവ്, ആഞ്ഞിലി, കുടംപുളി, ഞാവൽ തുടങ്ങിയ തദ്ദേശീയ ഫലവൃക്ഷങ്ങളുടെ വിത്തുകളാണ് വനത്തിൽ നിക്ഷേപിക്കുക. വന്യജീവികൾക്ക് കാട്ടിൽ തന്നെ ആവശ്യമായ ഫലങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ അവ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കുറയ്ക്കുവാനും അതുവഴി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വയനാട്ടിലും ഗുരുക്കളുടെ നേതൃത്വത്തിൽ സീഡ് ബോളുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹവും സഹജീവി സ്നേഹവും വളർത്തി സർവ്വജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന ബോധ്യമുണ്ടാക്കുന്നതിനാണ് കൊട്ടിയൂർ വനമേഖലയിലും മറ്റും ഇത്തരം ബോളുകൾ നിക്ഷേപിച്ചത്. 100-ലധികം ഇനം വിത്തുകൾ ജൈവവളങ്ങളും ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്ത് പന്ത് രൂപത്തിലാക്കിയാണ് വിത്ത് ബോളുകൾ തയ്യാറാക്കുന്നത്. ഞാവൽ, സീതപ്പഴം, പപ്പായ, പ്ലാവ്, സപ്പോട്ട, പേര, കശുമാവ്, മാവ്, നെല്ലി, ചാമ്പ, മഞ്ചാടി, റംബൂട്ടാൻ തുടങ്ങിയവയാണ് വിത്തുപന്തുകളാക്കി എറിയുക. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഔഷധ സസ്യത്തിന്റെ ക്ലാസുകൾ നൽകുന്നതിനോടൊപ്പം കളരിപ്പയറ്റ്, യോഗ, കരാട്ടെ തുടങ്ങിയവയിൽ കുട്ടികൾക്ക് പരിശീലനവും നൽകുന്നുണ്ട് സകലകലാവല്ലഭനായ പവിത്രം ഗുരുക്കൾ. ഔഷധ സസ്യ തൈകളും ഫലവൃക്ഷ തൈകളും ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് വിതരണം ചെയ്യുന്നത്. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി, ട്രഡീഷണൽ ഹെർബൽ ഹീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി, കേളകം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നതിന്റെ തിരക്കിനിടയിലാണ് പവിത്രം ഗുരുക്കൾ കുടുംബാംഗങ്ങളുടെ പിന്തുണയോടെ പ്രകൃതി സംരക്ഷണവും ജീവിത സബരിയാക്കി മാറ്റിയത്. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1,00,000 രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ? അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.